ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജനോട് വിശദീകരണം തേടാൻ CPIM. നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്തേക്കും. വിവാദങ്ങൾക്കിടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനായി പ്രചാരണത്തിന് ഇ.പി. ജയരാജൻ പാലക്കാട്ടേക്ക് എത്തുകയാണ്. ആത്മകഥാ വിവാദത്തിൽ ഇ.പി. ജയരാജൻ ഇന്ന് പ്രതികരണം നടത്തിയിട്ടില്ല. അതിലെന്താ സംശയം? നല്ല ഭൂരിപക്ഷത്തോടുകൂടി ആരെന്ത് ശ്രമിച്ചാൽ CPM-നെ തോൽപ്പിക്കാൻ കഴിയില്ല. CPM-നെ തോൽപ്പിക്കാൻ സാധിക്കില്ല. LDF-നെ തോൽപ്പിക്കാൻ കഴിയില്ല. തനേഷ് തമ്പിയും S. ശ്രീകാന്തും വിശദാംശങ്ങളുമായി ചേരുന്നു. തനേഷ്, ഇതിൽ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനിടെ പാലക്കാട്ട് തെരഞ്ഞെടുപ്പിനിടയിൽ എന്തായാലും ഇതിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് CPM ഔദ്യോഗികമായി ഒരു തീരുമാനം എടുത്തേക്കില്ല. ഇപ്പോൾ നാളെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പതിവ് സെക്രട്ടേറിയറ്റ് ആണ്. അതിൽ എത്ര ഗൗരവത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് വിലയിരുത്താൻ കഴിയുമോ? തെരഞ്ഞെടുപ്പിന് ശേഷം ഇ.പി. ജയരാജനെതിരെ കടുത്ത നടപടിക്ക് സാധ്യത കാണുന്നില്ലേ? വിജയകുമാർ, വളരെ പ്രധാനപ്പെട്ട സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമാണ് നാളെ നടക്കുന്നത്. പതിവ് സെക്രട്ടേറിയറ്റ് യോഗം, അത് തെരഞ്ഞെടുപ്പ് അവലോകനമായിരിക്കും പ്രധാന അജണ്ട. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ള വിവാദം പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് കാരണം തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ, പ്രത്യേകിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് 20-ന് നടക്കാനിരിക്കുകയാണ്. ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. പാലക്കാട് സ്ഥാനാർത്ഥിക്കെതിരെ വരെ പരാമർശങ്ങൾ അടങ്ങിയ പുസ്തകത്തിൻ്റെ കോപ്പി പുറത്തേക്ക് വരുന്നത്. അത് താനല്ല എഴുതിയത്, അത് താൻ എഴുതിയ ആത്മകഥയല്ല, മറിച്ച് മാനിപ്പുലേറ്റ് ചെയ്യപ്പെട്ട ഒന്നാണ്, കൂട്ടിച്ചേർക്കലുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തം DC ബുക്സിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇ.പി. ജയരാജൻ ഇതിൽ നിന്ന് ഒഴിയാൻ നോക്കുന്നത്. പക്ഷേ അത്രത്തോളം എളുപ്പമല്ല കാര്യങ്ങൾ. കാരണം ഒരാളുടെ ജീവിത ചരിത്രമാണ്, ആത്മകഥയാണ്. ആ ആത്മകഥ മൂന്നാമതൊരാൾ അയാളുടെ അനുമതിയില്ലാതെ എഴുതുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവങ്ങളാണ്, മറ്റൊരാളാണ് എഴുതുന്നെങ്കിൽ പോലും ആ സ്വന്തം അനുഭവങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ആ അനുഭവങ്ങൾ ഇ.പി. ജയരാജൻ അനുഭവിച്ച മാനസിക വ്യാപാരങ്ങളിലൂടെയാണ് ഈ പുസ്തകം കടന്നു പോകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ മാറി നിൽക്കുക അത്ര എളുപ്പമല്ല എന്നുള്ളത് തന്നെയാണ്. CPIM-ലെ ഒരു വിഭാഗവും വളരെ ശക്തമായി ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി CPIM നേതൃത്വവുമായി അകന്ന് നിൽക്കുന്ന സമീപനമാണ് ഇ.പി. ജയരാജൻ സ്വീകരിച്ചിരുന്നത്. അപ്പോഴൊക്കെ ഓരോ തവണ പിണങ്ങി മാറുമ്പോഴും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുകയും വീണ്ടും പാർട്ടിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തത് പ്രധാനമായും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള സമീപനവും സ്വീകരിക്കരുത് എന്നുള്ളൊരു സമീപനം ഇപ്പോൾ പാർട്ടിയിലൊരു വിഭാഗം എടുക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ കുറേ അവസരങ്ങൾ ഇതിനോടകം തന്നെ ഇ.പി. ജയരാജന് നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അത്തരമൊരു അവസരം നൽകരുത്. എന്തായാലും നാളെ പ്രാഥമികമായ ചർച്ച ഇക്കാര്യത്തിലുണ്ടാകും. എന്താണ് ഇ.പി. ജയരാജന് പറയാനുള്ളത് എന്നതായിരിക്കും CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കേൾക്കുക. അതിന് ഈ ഇ.പി. ജയരാജൻ സംസ്ഥാന സെക്രട്ടറിയിൽ പങ്കെടുക്കുമോ എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. അത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി അദ്ദേഹം സംസ്ഥാന നേതൃയോഗങ്ങളിൽ നിന്നൊക്കെ വിട്ടുനിൽക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് വിശദീകരിക്കാനുള്ള അവസരമുണ്ടാകും. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തിനോട് എന്ത് സമീപനം സ്വീകരിക്കണമെന്നത് സംബന്ധിച്ച് മറ്റ് തീരുമാനങ്ങൾ ഉണ്ടാവുക. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ് ഇ.പി. ജയരാജൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ നടപടി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ പോകേണ്ടത് സ്വാഭാവികമായും കേന്ദ്ര കമ്മിറ്റി തന്നെയാണ്. പക്ഷേ സംസ്ഥാന കമ്മിറ്റിക്ക് ഈ കാര്യത്തിൽ ഒരു ശുപാർശ നൽകാനോ അല്ലെങ്കിൽ ഒരു നിലപാട് സ്വീകരിച്ച് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കാനോ ഒക്കെയുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ആ നിലയിലേക്ക് ചർച്ചകൾ പോകുമോ എന്നുള്ളതാണ് പ്രധാനം. ഇതിൽ CPIM കാലാകാലങ്ങളായി എടുത്തിരിക്കുന്ന പല വിഷയങ്ങളിലെയും സമീപനങ്ങൾ അതൊക്കെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞത്, സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളടക്കം തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് ഇ.പി. ജയരാജൻ തൻ്റെ ഭാഗം ഓരോ വിവാദങ്ങളിലും ന്യായീകരിക്കുന്നത്. അത് സാന്റിയാഗോ മാർട്ടിനുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഏറ്റവും ഒടുവിൽ വൈദേകം റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിലും ഒക്കെ തൻ്റെ വാദം ന്യായീകരിക്കുമ്പോൾ പാർട്ടി ആ കാലത്തൊക്കെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, സമീപനങ്ങൾ അതിനെയൊക്കെ പൂർണ്ണമായും നിരാകരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാത്രമല്ല LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് തന്നെ മാറ്റിയത് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യാതെയാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ CPIM-ന്റെ സംഘടനാ രീതികളെ പോലും ചോദ്യം ചെയ്യുന്ന സമീപനമാണ് ഈ പുസ്തകത്തിലൂടെ ഇ.പി. ജയരാജൻ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ അത്ര പെട്ടെന്ന് ലളിതമായി ഈ നിഷ്കളങ്കതയാണ് ഇ.പി. ജയരാജൻ, അല്ലെങ്കിൽ നിഷ്കളങ്കനാണ് ഇ.പി. ജയരാജൻ എന്ന ഒരു ചെറിയ വാചകത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തിയെ ഒതുക്കി മുന്നോട്ട് പോവുക CPIM-ന് അസാധ്യമായിരിക്കും. അത് പിന്നീട് വലിയ പ്രശ്നങ്ങൾ, സങ്കീർണതകൾ ഈ പാർട്ടിക്കകത്ത് സൃഷ്ടിക്കും എന്നുള്ള ബോധ്യം CPIM നേതൃത്വത്തിനുണ്ട്. പക്ഷേ അപ്പോഴും മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് ദിവസം രാവിലെ ഇ.പി. ജയരാജൻ്റെ വിവാദ പ്രസ്താവന പ്രകാശ് ജാവ്ദേക്കറുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ
അന്ന് വളരെ ശക്തമായ ഭാഷയിൽ മുഖ്യമന്ത്രി അതിനോട് എതിർപ്പ് പറഞ്ഞിരുന്നു. അതിനുശേഷവും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ മുൻകൈ എടുത്തത് മുഖ്യമന്ത്രി തന്നെയാണ്. പക്ഷേ ഇത്തവണ അത്തരത്തിലുള്ളൊരു ആനുകൂല്യം ഉണ്ടാകുമോ? പ്രത്യേകിച്ചും 3 തെരഞ്ഞെടുപ്പുകൾ, അത് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പുകൾ, ശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് പൊതുവിൽ വിലയിരുത്തപ്പെടുന്ന ഒരു കാലത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയം അനിവാര്യമാണ് CPIM-നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെ വലിയൊരു പ്രതിസന്ധിയായി ഈ പുസ്തകം നിൽക്കുമ്പോൾ, അതിലെ പരാമർശങ്ങൾ നിൽക്കുമ്പോൾ ഇ പി ജയരാജനോട് നേരത്തെ പുലർത്തിയിരുന്ന സൗമനസ്യം ഇനി പുലർത്തുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. യെസ്, ശരി തനേഷ്, ഇന്നലെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതുപോലെ ഇ പി ജയരാജൻ പറയുന്നത് തൽക്കാലത്തേക്ക് മുഖവിലേക്ക് എടുക്കുകയാണ് ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി ചെയ്തത്. അതിന്മേൽ കൂടുതൽ ചർച്ചകൾ ഉറപ്പായും ഉണ്ടാകും തെരഞ്ഞെടുപ്പ് കാലത്ത് എന്ന്, തെരഞ്ഞെടുപ്പിന് ശേഷം എന്ന് നിസ്സംശയം പറയാം. അതിലെ ഒരു കക്ഷിയായ DC ബുക്സ് ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്ക് ഈ ഘട്ടത്തിലും തയ്യാറായിട്ടില്ല എന്നതും നമ്മൾ കാണേണ്ടതുണ്ട്. ആ പ്രതികരണം ഒരുപക്ഷെ അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ആ വിശദീകരണം എപ്പോഴുണ്ടാകുമെന്ന് നോക്കേണ്ടതുണ്ട്. എസ് ശ്രീകാന്ത് പാലക്കാട്ട് നിന്ന് മറ്റു വിശദാംശങ്ങൾ നൽകും. ശ്രീകാന്ത്, ഇ പി ജയരാജന്റെ പൊതുപരിപാടി വൈകിട്ടാണ് നടക്കേണ്ടത്. അതിനു മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്ന് കേൾക്കുന്നു. ഇന്ന് മാധ്യമപ്രവർത്തകരോട് ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഒരു വാർത്താ സമ്മേളനം വിശദമായി വിളിച്ചു ചേർക്കുമ്പോൾ ഇതിൽ പാലക്കാട്ട് വെച്ച് കുറെ കൂടി വിശ്വാസയോഗ്യമായ മറുപടി ഇ പി ജയരാജൻ ഉറപ്പായും പറയേണ്ടി വരില്ലേ? വിജയകുമാർ, ഇന്ന് രാവിലെ ഷൊർണൂരിൽ 10 മണിയുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്സിലാണ് അദ്ദേഹം വന്നിറങ്ങിയത്. ആ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു. കണ്ണൂരിൽ വെച്ച് മാധ്യമങ്ങളോട് അദ്ദേഹം CPIM-നെ തോൽപ്പിക്കാനാകില്ല എന്ന് വ്യക്തമാക്കി ഒരു കൃത്യമായ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ഉണ്ടായത് ഈ വിവാദങ്ങളിൽ. പക്ഷേ ഷൊർണൂരിലെത്തിയപ്പോൾ അദ്ദേഹം ഒന്നും തന്നെ മിണ്ടാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തോട് ആവർത്തിച്ചു ചോദിച്ചു, ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചു. ഡോക്ടർ പി സരിനെതിരെ ഇത്തരത്തിൽ ഒരു പരാമർശം നടത്തിയ ശേഷം അവിടെ പ്രചാരണത്തിന് പോവുകയാണോ എന്നതടക്കം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് പാലക്കാട്ടേക്ക് പോവുകയാണ് താൻ, അവിടെ വെച്ച് മാധ്യമങ്ങളെ കാണുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അവിടെ വെച്ച് വിശദമായി സംസാരിക്കാം, ഇവിടെ ഇപ്പോൾ തിരക്ക് കൂട്ടേണ്ടതില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു കാര്യം വ്യക്തമാണ്, പാലക്കാട്ട് വെച്ച് ഈ വിവാദ വിഷയങ്ങളിൽ ഇ പി ജയരാജന്റെ ഒരു വാർത്താ സമ്മേളനം പ്രതീക്ഷിക്കാം. അദ്ദേഹം വിവാദ വിഷയങ്ങളിൽ മാധ്യമപ്രവർത്തകരോട്, പൊതുസമൂഹത്തോട് സംസാരിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിജയകുമാർ പറഞ്ഞതുപോലെ വിശ്വാസയോഗ്യമായ മറുപടി തൻ്റെ ഈ ആത്മകഥയുടെ കാര്യത്തിലും ഡോക്ടർ പി സരിനെതിരെയും അതോടൊപ്പം രണ്ടാം പിണറായി സർക്കാരിനെതിരെയും ഒക്കെയുള്ള പരാമർശങ്ങൾ, ഈ ആത്മകഥയിലെ പരാമർശങ്ങൾ തൻ്റേതാണോ അല്ലയോ എന്നതടക്കമുള്ള വിവാദങ്ങളിൽ, അഭ്യൂഹങ്ങളിലൊക്കെ അദ്ദേഹം ഒരു വ്യക്തത വരുത്തും എന്ന് കരുതാം. പക്ഷേ ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അദ്ദേഹം ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായില്ല. പാലക്കാട്ടേക്ക് എത്തട്ടെ, അവിടെ മാധ്യമങ്ങളെ കാണും എന്ന് അദ്ദേഹം പറഞ്ഞു. സരിന്റെ പരിപാടിയിൽ പങ്കെടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ താൻ അതിനാണ് വന്നത് എന്ന് അദ്ദേഹം മറുപടി പറയുകയും ചെയ്തിട്ടുണ്ട്. വൈകിട്ടത്തെ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. അതിനു മുൻപായി ഈ വിമർശനങ്ങൾ, ഈ വിവാദങ്ങൾ, ശരി ശ്രീകാന്ത്, വൈകിട്ട് പൊതുപരിപാടിയുണ്ട്. ഡോക്ടർ പി സരിന് വോട്ട് ചോദിച്ച് ഇ പി ജയരാജൻ പാലക്കാട്ട് സംസാരിക്കും. അതിനു മുമ്പ് മാധ്യമങ്ങളെ കാണും. ഇന്നലെ പറഞ്ഞതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഇ പി ജയരാജന് ഈ ആത്മകഥാ വിവാദത്തിൽ പറയാനുണ്ടോ എന്നാണ് അറിയേണ്ടത്. അതിൽ പല കാര്യങ്ങളിലും ഇന്നലെ അദ്ദേഹം നിയമ നടപടി അത്തരം കാര്യങ്ങൾ പറഞ്ഞൊഴിയുകയാണ് ചെയ്തത്. അതിനപ്പുറത്തേക്ക് ഈ പുറത്തു വന്ന വിവരങ്ങൾ, അതിൻ്റെ മറ്റു വിശദാംശങ്ങൾ ഇ പി ജയരാജൻ ഇന്ന് വെളിപ്പെടുത്തുമോ, കൂടുതൽ വിശദീകരിക്കുമോ എന്നൊക്കെ അറിയേണ്ടതുണ്ട്. അതിനിടയിൽ അതുമായി ബന്ധപ്പെട്ടൊരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇ പി ജയരാജൻ്റെ പരാതി ക്രമസമാധാന ചുമതലയുള്ള ADGPക്ക് DGP കൈമാറിയിട്ടുണ്ട് കൂടുതൽ അന്വേഷണത്തിന് എന്ന വിവരം കൂടി വരുന്നുണ്ട്. നമ്മൾ അത് വിശദമായി പരിശോധിക്കും ഇടവേളയ്ക്ക് ശേഷം.